എന്തോ കിടക്കുന്നു വേദനയാണ്. വാ, കുളിച്ചിട്ടൊരു വേദനയുടെ ഒരു സ്പ്രേ ഉണ്ട്, അത് അടിച്ചു നോക്കാം. വാ, കുറവില്ല, നാളെ ആശുപത്രി ഇപ്പം. ഓടരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, എന്തോ ചെയ്യാൻ. എടുത്ത് കഴിക്കും. ലഡു വേണം, ലഡു. അതെ, ഏത്തയ്ക്ക. അതെന്തോ നോക്കട്ടെ. തെളിഞ്ഞു, ഇടി മുഴങ്ങുന്നുണ്ട്, പെയ്യും. ഒരാൾ സ്കൂളിലെങ്ങാണ്ട് ഉരുണ്ട് പിടച്ച് വീണു. മുട്ടെങ്ങാണ്ട് ഇടിച്ചതിന് കരച്ചിലായിരുന്നു. വാ, കോളെല്ലാം മാറി നല്ലപോലെ തെളിഞ്ഞു. എന്നിട്ട് ഇപ്പം അതുപോലെ കറത്തു, പഴ ചാറും. പിന്നെ ഞാൻ പറഞ്ഞു മുട്ടിടിച്ച് വീണു. എന്നിട്ട് നീ ട്യൂഷനൊന്നും പോയില്ല. ഏതോ കുട്ടികള് മോനിക്കുട്ടിനെ അവനോട് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ ഒന്നും ചെയ്തു എന്തായാലും വീണു. മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അമ്മമ്മ പിന്നെ ഓയിൻമെന്റ് ഒക്കെ തൂത്തു. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ആ വേദനയ്ക്ക് അടിക്കുന്ന സ്പ്രേ, നാളിൽ എനിക്ക് കാലിന് വേദന വന്നപ്പോഴും ഇവിടെ ഇരുന്ന് ഇവിടെ വേദനയുടെ സ്പ്രേ ഇരുന്നത് ഞാൻ അമ്മയ്ക്കാന്ന് തോന്നുന്നു കൊടുത്താർക്കാണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മുട്ടിന് വേദന വന്നപ്പോ ഒരു സ്പ്രേ വേദനയുടെ ഒരു മരുന്നും ഇരിപ്പില്ലായിരുന്നു. ഞാൻ പിന്നെ വാങ്ങിച്ചോണ്ട് വന്നിന്ന്. അമ്മ അടിച്ചു തരാം കേട്ടോ, ഇപ്പൊ ഒന്നും ചെയ്യാം. ഞാൻ കുട്ടിക്കോ അടിക്കോ ഒന്നും വേണ്ട, അമ്മ അടിച്ചു തരാം. നാളെ ശനിയാഴ്ച മീഷോയിൽ ഒരു ടോപ്പ് ഓർഡർ ചെയ്തിരുന്നു. ഈ കളർ എനിക്ക് ഇഷ്ടമാണ്, ഈ പൊന്മാനീര് വൈറ്റും അതും കൂടെ ഉള്ള ഒരു ടോപ്പ് കണ്ടപ്പോ ഒരു ഇഷ്ടം. വീട്ടിലിടാനുള്ളതല്ല, ടോപ്പ്. ഈ കളർ ഷാളില്ല, വൈറ്റ്. ഈ ബ്ലൂ കളർ ഷാളും ഒരു ലെഗിൻസ് ഉണ്ടെന്ന് തോന്നുന്നു, മേടിക്കണം. ഇച്ചിരി സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നല്ലതല്ലേ, ഇഷ്ടപ്പെട്ടോ? 300 രൂപയുള്ളൂ കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 കിലോ ഗോതമ്പ് പൊടി, മോനുകുട്ടിനീര വൈകിട്ടത്തെ ചപ്പാത്തി കഴിപ്പൊക്കെ ആയതുകൊണ്ട് 2 കിലോ മേടിച്ചു കേട്ടോ. അല്ലെ നമ്മൾ ഓരോ കിലോ വീതം മേടിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചെറുപയറും പച്ചരി അതെല്ലാം കൂടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കുതിർത്ത് വെച്ചിട്ടാണ് പോയി. ഇനി ഇടിയും പൊള്ളിയാനൊക്കെ ഒന്ന് മാറിയിട്ട് അതെടുത്ത് അരച്ചു വെക്കണം. പിന്നെ ഇന്ന് ഇതിന്റെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ വന്നതാണ്, എനിക്കന്ന് മീൻപുളിയൊക്കെ കൊണ്ടു തന്നു. അപ്പൊ പേരൊന്നും പറയണ്ടെന്ന് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും ഈ പ്രാവശ്യം വന്നപ്പം കൊണ്ടു തന്നതാണ് ലഡു ഉണ്ട്. പിന്നെ പറഞ്ഞു
അമ്മ പ്രാർത്ഥിച്ചു. എന്റെ മോനെക്കുറിച്ച് പറയാൻ പറ്റും. ഞാൻ തന്നെ പറഞ്ഞില്ല. ആ. ഇത് വന്നു. എന്നാലും പറഞ്ഞല്ലോ. ഇത് വന്നു. ഞാൻ നന്ദി നമസ്കാരം പറഞ്ഞിട്ട് മീൻ പുളി ഒന്നുകൂടെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി എടുക്കാം നമുക്ക്. ഉണക്കി അമ്മ തിന്നില്ല. തിന്നുന്നതല്ല, മീൻകറി വെക്കണം. പിന്നെ ചേച്ചി എനിക്ക് കൊടുത്താൽ സാധനമാണ് എന്തോ ഈന്തപ്പഴം. പിന്നെ ചേച്ചിക്ക് ഇന്ന് വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ വേറെ എന്താണ്, ഇന്ന് നമുക്ക് അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ചോറിരിപ്പുണ്ട്, മീൻ തോരനുണ്ട്, നെത്തോലി തോരൻ വെച്ചില്ല അത് ഇരിപ്പുണ്ട്, പിന്നെ മോര് കറിയുണ്ട്. പിന്നെ അമ്മ പിന്നെ വീട്ടിലുണ്ടായ പാവയ്ക്ക അത് ഇതേപോലെ വറ്റല് പോലെ അരിപ്പൊടിയൊക്കെ ചേർത്ത് വറുത്ത് കോരി എടുക്കത്തില്ല, അങ്ങനത്തെ കോരി എടുത്തതാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ വഴുതനങ്ങയും അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മെഴുക്കുവരട്ടി ഒന്നും വെക്കണ്ട, ഇതൊക്കെ കൂട്ടി അങ്ങ് കഴിപ്പിക്കാം. ഇന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ അരി അരച്ച് വെക്കുക എന്നുള്ളതാണ്. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചെടി നട്ടേനെ, നമ്മുടെ പുതിയ ചെടി കാണിച്ചില്ല. അത് അതിനകത്ത് നമുക്ക് അകത്ത് ചെടി വെക്കാനാണ്. 2-3 ചെടി എനിക്ക് അപ്പൂൻ്റെ അമ്മ തന്നതുകൊണ്ട് അകത്ത് നടാൻ പറ്റുന്നത്. അത് ഇതിനകത്ത് വെക്കാം എന്ന് വിചാരിച്ചാണ്. കൈ കൊള്ളും കൊണ്ടും ഞാൻ അടുത്ത പണി ഏൽപ്പിക്കാം. പിന്നെ ഇന്ന് മാമി വരുന്നുണ്ട്, ഇന്ന് രാത്രിയിലാണ് വരുന്നത്. അപ്പം മാമൻ പോയി കാണും വിളിക്കാന്. കുക്കു പോവില്ലെന്ന് അറിഞ്ഞില്ല. കുക്കുന് ഛർദിക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദിലുള്ളതുകൊണ്ട് പോവോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ, ഒന്നും പറഞ്ഞില്ല. അപ്പം നാളെ നമുക്ക് വീഡിയോയിൽ മാമിയെ കാണിക്കാം കേട്ടോ. നാളെ വരും, നാളെ വെളുപ്പിനെ മാമിയോട് കാണും. ഇന്ന് രാത്രി എയർപോർട്ടിൽ വരുന്നത്. അപ്പം എന്തിനാ അവര് പോയി കാണും, അതല്ല നെടുമ്പാശ്ശേരിയിലെ വരും. ഞാനൊന്നും വിളിക്കാൻ പറ്റിയില്ല, വൈകിട്ട് ഈ മോനുകൂട്ടം വിളിച്ച് കരച്ചിലും പറച്ചിലും ഒക്കെ ആയിരുന്നു. ഞാൻ അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു ഹാങ് ഓവറിലായി പോയി. എന്തോ കരച്ചിലായിരുന്നു ഇന്നലെ. ഇതുപോലെ ഇന്ന് രാവിലെ അതുപോലെ ഇന്നലെയൊക്കെ വലിയ മൂഡ് ഓഫിലായിരുന്നു. ഇന്ന് ഏതാണ്ട് പ്രോഗ്രാം ഉണ്ട്, അതിന് നന്ദി പറയണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്. അപ്പോൾ മൊത്തത്തിൽ ഞാനങ്ങ് മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത് ചിന്തിച്ചാൽ എനിക്ക് തലയ്ക്ക് പട്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ വിളിക്കാനും പറയാനും ഒന്നും മെനക്കെട്ടില്ല. എന്തായാലും ഇന്ന് വരും കേട്ടോ. നാളെ അപ്പം വൈകിട്ട് വരുമ്പം അങ്ങോട്ട് കയറി മാമിയെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം എല്ലാം ഒന്ന് പെറുക്കി ഒഴുക്കി വെച്ച് കുളിച്ച് ജപിച്ച് വരാൻ പ്രിയങ്ങളെ. എന്നിട്ട് മോനിക്കുട്ടൻ നല്ലൊരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചുമ്മാ എനിക്കറിയാവുന്ന പോലെ പെയിന്റ് അടിക്കും. നമ്മൾ ഉദ്ദേശിച്ച ജോലികളൊന്നും നടന്നില്ല. മുറ്റം തൂക്കണമെന്ന് വിചാരിച്ചു, കുറച്ച് കരിയിലൊക്കെ തൂത്തുവാരി ചട്ടിക്കകത്തൊക്കെ മണ്ണ് നിറച്ച് ചെടി നടണമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. മഴ നമ്മളെ ചതിച്ചു. എന്നാ ഒട്ട് പെയ്യുമോ അതുമില്ല. നമ്മൾ കപ്പയും വാഴയൊക്കെ നട്ടിട്ടുണ്ട്. മഴ പെയ്തായിരുന്നെങ്കിൽ ഒരു സന്തോഷമായേനെ അവർക്ക്. ഇങ്ങനെ പെയ്യും എന്ന് പറയുന്നില്ല, അങ്ങോട്ട് പെയ്ത് നിറയുന്നില്ല. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഴപ്പമില്ലല്ലോ കാലും മടക്കുമ്പോ. പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഓടി ഇവിടെ വന്നു. ഓടി അതിനകത്ത് കുടഞ്ഞിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനും തുടങ്ങി. കുറച്ച് മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുഴപ്പമില്ല, നാളെ. പിന്നെ ചെറുപയറ്, ഉഴുന്ന്, പച്ചരി, ഉലുവ ഇത്രയും കൂടെ ഞാൻ കുതിർത്ത് വെച്ചേക്കും കേട്ടോ. കുതിരാനുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടാണ് പോയത്. പക്ഷെ അത് ഇച്ചിരി കൂടെ നമ്മൾ അരയ്ക്കാൻ നേരത്ത് വെള്ളം ഒഴിക്കണം. കാരണം ഈ വെള്ളം നമ്മൾ കളയുന്നില്ല, ഇതിനെ കഴുകി വൃത്തിയാക്കി അരയ്ക്കാനുള്ള വെള്ളമാണ് ഇതിനകത്ത് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നത്.
ഉപ്പിട്ടില്ലേ? എന്നെക്കാട്ടും മുന്നേ ഇങ്ങോട്ട് പോലെ കുഴക്കാൻ ഇങ്ങോട്ട് ധൃതിയാ. കളിക്കാതെ കഴിക്കാനുള്ള സാധനം എടുത്ത് വെച്ച് കുഴക്ക് എടുത്ത് കുഴക്കാൻ തുടങ്ങിയില്ലോ. കുഴച്ചു. അത് മര്യാദയ്ക്ക് എളുപ്പം കുഴച്ച് ഉരുട്ടി ഞാൻ തന്നേനെ. പരത്തി ഉണ്ടാക്കിയാ പോരെ. ആ അമ്മ അവിടെ കാര്യം പറയും. ഒത്തിരി നാൾ വരുന്നുണ്ട്. നാളെ പോലെയാണ്. ആണോ? അത് മേളിലോട്ടാക്കി പോയി. കറണ്ട് പോയതല്ല. പേടിയൊന്നും വേണ്ട. അത് ഞാക്കോട്ടാക്കിയോ. എന്നാ ഞാൻ എടുത്തോളാം. നീ പോരെ. ഞാൻ എന്തെങ്കിലും നമ്മൾ താഴെ നട്ട വാഴയും കപ്പയൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അവർക്കുള്ള വെള്ളം കിട്ടുന്നുണ്ട്. മഴ പെയ്യുന്നു. രാത്രി പന്നി വന്ന് കയറാതിരുന്നാ. നമ്മള് വാങ്ങിച്ച ടോപ്പിന് ലെഗിൻസും ഷോളും ഉണ്ട് കേട്ടോ. അതേണ്ടേ കണ്ടേ. അത് മതി. ഒന്ന് സൈസ് ഓൾട്ടർ ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ദിവസം ഇടാം. വേറൊരു ടോപ്പും കൂടി ഇരിപ്പുണ്ട്. ഓൾട്ടർ ചെയ്ത് എടുക്കണം. അതിന് പക്ഷേ ഷാളും പാൻറ്റും കിട്ടിയിട്ടില്ല ഇതുവരെ. വല്ലാത്തൊരു കളറാണ്. ചുമപ്പും അല്ല മെറൂണും അല്ല. ഒരു ചെങ്കല് കളറിലെ ആ കളറിലെ പാൻറ് ഷാളും വേണം. പക്ഷെ അത് കിട്ടിയില്ല എനിക്ക്. ഇത് ഇന്നിത് മടക്കി വെക്കും. നാളെ തുണി കഴുകുന്നുണ്ട്. അപ്പൊ ഉണങ്ങിയ തുണിയെല്ലാം വീണ്ടും വരും. ഇതിനൊരു അന്ത്യമില്ലേ ദൈവമേ. അമ്മ ബ്രഷ് എടുക്കുന്നു. ബ്രഷില്ലേ ഇവിടെ? ബ്രഷില്ലേ? വേദന കുട്ടിക്ക് സ്പ്രേ അടിച്ചു കൊടുക്കണം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു. 8 മണി ആയില്ല. ഞാന് സ്പ്രേ അടിച്ചു കൊടുക്കട്ടെ. ആദ്യം പോകയില്ലേ പിന്നെ കേട്ടോ. മതി മതി. മുത്തിരിയൊന്നും വേണ്ട. ഡ്രസ് ഒരു കൂടെ നെഗറ്റീവ് കാണാൻ ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ എനിക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല. അപ്പൊ നമുക്ക് അടുക്കള നമുക്ക് ഇതിനകത്ത് മനസ്സിലൊരു കുഞ്ഞു പ്ലാൻ ഉണ്ട്. അത് വെച്ചൊന്ന് ചെയ്ത് നോക്കട്ടെ. ചെയ്തിട്ട് എൻ്റെ പ്രിയങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. വേണ്ട വാട്ടർ കളറും ഒക്കെ എടുത്തോണം. ഞാനിങ്ങി പോരുന്നു. അവിടെ ഇരുന്നാൽ ചിലപ്പോൾ എല്ലാം കൂടെ തട്ടിക്കളയുന്നതേ പോലെ. ഇവിടെ ആകുമ്പോൾ സമാധാനത്തെ എഴുതി ചെയ്യാം. അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ. കുറച്ച് ദിവസം മുമ്പേ ആണെങ്കിൽ മോനിക്കുട്ടൻ്റെ ക്രാഫ്റ്റ് വർക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിൻ്റെ കൂട്ടത്തിൽ ഒരു ബോട്ടിൽ ആർട്ട് കണ്ടതാ കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഈ ഓറഞ്ചിന് പകരം യെല്ലോ കളറായിരുന്നു അവർ ചെയ്തത്. പക്ഷെ യെല്ലോ കളറെല്ലാം കൂടെ ഞാൻ തട്ടിക്കളഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഓറഞ്ച് എടുത്തു. പെയിന്റ് അടിച്ചെടുത്തു പ്രിയങ്ങളേ. നമ്മുടെ സ്ട്രോബെറി കുപ്പി. നമ്മുടെ കുപ്പിയെ നമ്മൾ സ്ട്രോബെറി സുന്ദരികളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കൊള്ളാവോ? എങ്ങനെയുണ്ട്? സുന്ദരിയായോ? പറയണം കേട്ടോ. ഉറപ്പായിട്ടും അഭിപ്രായം വേണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. പക്ഷെ കളിയാക്കരുത്. ഇഷ്ടപ്പെട്ടവര് ഇഷ്ടപ്പെട്ടൂന്നും പറയണം. ഓക്കെ. ഇത് പൊട്ടിക്കാതെ വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും അവന് മോനിക്കുട്ടിന് ഇഷ്ടമുള്ള ഫ്ലവറോ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോ ഇഷ്ടപ്പെട്ടോ? അത്രേ അറിഞ്ഞാൽ മതി. സന്തോഷം. അപ്പൊ ഇനിയും കഴിക്കാം. എന്നാ നീ ഇതിനകത്ത് എന്തുവാ ഫ്ലവറോ എല്ലാം ഉണ്ടാക്കി വെക്കണം. മോനിക്കുട്ടിന് പേപ്പർ ക്രാഫ്റ്റ് ഫ്ലവർ ഉണ്ടാക്കി ഇതിനകത്ത് വെക്കണം കേട്ടോ. ഇത് കൊണ്ടുപോകണോ സ്കൂളിൽ?
സ്കൂളിൽ കൊണ്ടുപോകണോ? ആ ഏ ഉണക്കിയെടുക്കും. അത് ഉണങ്ങിക്കോളൂ ഇന്ന് വിട്ടിരുന്നു. ബാ കഴിക്കും. ഇത് അടിക്കുള്ളില്ലേ പോവോ? ബാ മോനിക്കുട്ടാ. ചോറ് വിളമ്പി, നമ്മുടെ നെത്തോലി തോരൻ. അമ്മയ്ക്ക് രാവിലെ ഞാൻ അമ്മയ്ക്കുള്ളത് കൊടുത്തിട്ടാ പോയി. അമ്മ മീനൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അമ്മ വെക്കുന്ന അത്രയും രുചിയൊന്നും വരത്തില്ല, എന്നാലും മോരുകറി ഒഴിച്ചു. ഇത് പാവയ്ക്കാണ് കേട്ടോ, പാവയ്ക്ക വറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ടേസ്റ്റ് നോക്കാം. വഴുതനങ്ങയും കൂടെ എടുത്തു, ഇരിക്കട്ടെ 2-3 കഷ്ണം. കടുമാങ്ങയും കൂടെ എടുത്തു കേട്ടോ, അതുകൂടി ഇരിക്കട്ടെ ഒരു സൈഡിൽ. മോനുകൂട്ടം കഴിക്കാനിരുന്നു. എൻ്റെ പ്രിയങ്ങളോടെല്ലാം എന്നത്തെയും പോലെ നിറയെ സ്നേഹം പറയുന്നു, സപ്പോർട്ടിന് നന്ദി പറയുന്നു. കൂടെ നിൽക്കുന്നവരോടെല്ലാം കേട്ടോ, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ആരെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടിയോ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ഒരുപോലെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരോടും സ്നേഹം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.